വിറച്ചു ഫോൺ നോക്കി. സ്ക്രീനിൽ തെളിയുന്നത് മീര കോൾ. പക്ഷേ സിഗ്നൽ ഇല്ലല്ലോ. എങ്ങനെ? കൈകൾ വിറച്ച് ആൻസർ അമർത്തി. അവിടെ ഒരു നിശബ്ദത. പിന്നെ അരുൺ? അവൻ വിറച്ചു. ആ ശബ്ദം തീർച്ചയായും അവളുടേതാണ്. മന്ദം, തണുപ്പ്, ദൂരെ നിന്ന് വരും പോലെ. നീ തിരിച്ചു വരുമെന്ന് ഞാൻ പറഞ്ഞതല്ലേ? മീര, മീര, നീ എവിടെയാണ്? പെട്ടെന്ന് ലൈറ്റ് പൊട്ടിക്കത്തി. കാറിൻ്റെ ഹെഡ്ലൈറ്റ് സ്വയം ഓണായി. പുഴയ്ക്കപ്പുറത്ത് അവളുടെ രൂപം തെളിഞ്ഞു. അവിടെ നൈറ്റ് ഗൗണിൽ ഒരാൾ നിശ്ചലമായി നിൽക്കുന്നു. അവൻ നടുങ്ങി, മുന്നോട്ട് നീങ്ങി. പുഴയുടെ കരയിൽ വെള്ളം കയറിയിരിക്കുന്നു. ഓരോ ചുവടും ചവിട്ടുമ്പോൾ വെള്ളം ചെറുതായി കുലുങ്ങുന്നു. പക്ഷേ ആ രൂപം നീങ്ങുന്നില്ല. അവൻ വിളിച്ചു, മീര, ഇത് യാഥാർത്ഥ്യമല്ല അല്ലേ? അവൾ ചെറുതായി തലകുലുക്കി. അവളുടെ മുഖം പകുതി മഞ്ഞൻ മറഞ്ഞു. പിന്നെ വായി തുറന്ന് മന്ദമായി പറഞ്ഞു, നീയാണ് എന്നെ അവിടെ വിട്ടത്.